നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും എല്ലാം ആരംഭിച്ച് UDF ആണ്. അന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള ട്രെൻഡ് UDFന് വളരെ അനുകൂലമാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു. കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു, വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോ BJPയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു. സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട്, വേറെ കാര്യമായിട്ടുള്ള ഒച്ചയാനൊക്കൊന്നുമില്ല. പക്ഷേ ചില UDFന് സ്ഥിരമായി കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ. കാരണം മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത്, മറ്റു രണ്ട് മുന്നണിയും നിർത്താത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ നിർത്തിയത് എന്നുള്ള പ്രചരണം നടത്തുക. ഇതൊക്കെ LDFനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ BJPയുടെ ഇലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശ്ശൂർ കൊടുക്കുമെന്ന് പ്രതിപാദിക്കുകയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ നന്നായി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുക. LDFന്റെ പ്രചരണം മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക, അത് പാർട്ടി നയാണ്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ അതിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വർക്ക് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDFന് അനുകൂലമായിട്ട് വിധി തന്നെയാണ് നിലമ്പൂർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടായ ചില സാഹചര്യങ്ങൾ അത് ഇതിനെ ചേർത്ത് വായിക്കാം. ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഗവർണർ ഒരു യോഗം വയ്ക്കുകയും ആ യോഗത്തിന് മുഖ്യ പ്രാസംഗികനായി RSSന്റെ പ്രചാരകനായ ഗുരുമൂർത്തിയോ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തുകയും ചെയ്ത പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്. മാത്രമല്ല, പാകിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോൾ ശക്തമായിട്ടുള്ള റഫേൽ വിമാനം ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധം തീർത്തു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് എന്താണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി. രണ്ടാമത്തത് ഭാരതാംബയുടെ ചിത്രത്തിന്റെ വിവാദം, RSSന്റെ കൊടിയേന്തിയിട്ടാണ്. ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ട് പോയി. ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി? ഒരു പ്രതിഷേധ കത്ത് പോലും നൽകി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ UDFനെ തകർക്കുക, പകരം തൽക്കാലത്തേക്ക് BJP വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് LDF തുടരുക, ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവുന്നു. പക്ഷെ ഇത് നിലമ്പൂർ അങ്ങനെ തുടങ്ങുന്ന ഈ അവിശുദ്ധ സഖ്യം ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കും. ഈ രണ്ട് ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് ഒന്നായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട്
അതായത് ജമാഅത്ത് ഇസ്ലാമി അല്ല വെൽഫെയർ പാർട്ടിയാണ് 2019 മുതൽ UDFന്റെ കൂടെ നിൽക്കും. ജമാഅത്ത് ഇസ്ലാമി മുമ്പ് ഇടപെട്ടിരുന്നു. മുമ്പ് 987 തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവർ വോട്ടിംഗ് രംഗത്ത് വരുന്നത്. അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പറഞ്ഞു. എനിക്കറിയാം കോഴിക്കോടൊക്കെ അവർ അന്ന് വീരേന്ദ്രകുമാറിനെ പരസ്യമായിട്ട് പത്രത്തിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടാണ് വോട്ട് ചെയ്തത്. 96 അവർ വ്യക്തമായ ഇടതുപക്ഷത്തിന്റെ പാർട്ടിക്ക്. അതിന്റെ കാരണം ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെന്റ് RSSനെയും ജമാഅത്ത് ഇസ്ലാമിയെയും നിരോധിച്ചപ്പോൾ ആ പേരിൽ 96 മുതൽ 2016 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവര് UDFന്റെ കൂടെ അല്ല LDFന്റെ കൂടെ നിന്നു. 2010 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത്. അപ്പോഴും ബന്ധം തുറന്നു LDF ആയി. എന്നാൽ 2019 വന്നപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു. കോൺഗ്രസിനെ പിന്തുണയ്ക്കും. അതിന്റെ ഭാഗമായി കേരളത്തിൽ UDFനെ പിന്തുണച്ചു. 2019 പിന്തുണച്ചു, 2024 പിന്തുണച്ചു. അസംബ്ലിയിലൊക്കെ ഒരു ചില സ്ഥലത്തൊക്കെ മത്സരിച്ചിരുന്നു. അല്ലാതെ 2019 വരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. 2019 ആദ്യമായിട്ട് കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ഏറ്റവും രസകരമായത് 2019 പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളുണ്ടാക്കാത്തവര് ഇപ്പൊ എന്താ എന്തോ ഒരു ഭൂകമ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കത്തുന്നു. എന്ത് കത്തുന്നു? പിന്തുണ വിവാദം കത്തുന്നു. അങ്ങനെ കത്തേണ്ട ഒരു തീയും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഷൂ പോലെ പോകുന്നതാണ്. അത് 2006 പിണറായിന്റെ ദേശാഭിമാനി ലേഖനം പരിശോധിച്ചാൽ മതി. അല്ല, അന്ന് ശ്രീ മദനി നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അകാരണമായി പീഡിപ്പിച്ചപ്പോൾ UDF ഉൾപ്പെടെ നിയമസഭയിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസ്സാക്കാൻ ഞങ്ങൾ കൂട്ടുന്നു. യുനാനിമസ് ആയിട്ടാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കി. കാരണം വിചാരണ കൂടാതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന നയത്തിന്റെ അടിസ്ഥാനം ഞങ്ങളത് പിന്തുണച്ചാണ്. ഏതാ പറയുന്ന മതാപക്ഷപാതത്തിന് മതനിരപേക്ഷവാദത്തിലേക്ക് മാറി ഈ കൊലപാതകത്തിന് ശേഷമാണ് രക്തസാക്ഷിത്വം അവരുടെ പരിണാമത്തിനുള്ള. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് 2019 വരെയുള്ള ഇവരുടെ സ്റ്റാൻഡ് ആന്റി UDF ആന്റി കോൺഗ്രസ് ആയി. 19 ശേഷം അവര് നിലപാട് മാറ്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കേരളത്തിൽ UDFനെ സഹായിച്ചു. അല്ല, PDPയുടെ കാര്യം, PDPക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി. അല്ല ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു. ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം PDPയുടെ കാര്യത്തിൽ നോക്കിയിട്ടുള്ളൂ. മദനിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അത് തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞു. ബാക്കി PDP അവർ ഇഷ്ടംപോലെ തീരുമാനം എടുത്തോണ്ട് അതിന് ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോ അവരൊക്കെ വർഗീയവാദികളും ഇവരെ പിന്തുണയ്ക്കുമ്പോ മതേതരവാദികളാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കും. ഒരു വിള്ളലും ഉണ്ടാക്കില്ല. കാരണം ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചതല്ലല്ലോ, അവരിങ്ങോട്ട് വരുന്നതല്ല. പരമ്പരാഗതമായിട്ടുള്ള വോട്ടിലൊന്നും ഒരു വിള്ളലും ഉണ്ടാവില്ല. ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് UDFന് തന്നെ ലഭിക്കും. PDP രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അവരിഷ്ടമുള്ള തീരുമാനം എടുത്തോ. ഹിന്ദു മഹാസഭ ഇപ്പൊ പിണറായിന്റെ കൂടെ. എന്താ ഹിന്ദു മഹാസഭ? RSS കൂടിയില്ലേ? പിന്നെന്തിനാ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നത്? RSS അവരുടെ കൂടെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ
രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത് വികസന പാർട്ടി. 2014 ഉമ്മൻചാണ്ടി സർക്കാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ഒരു കേസ് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിയെ ഈ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കണമെന്നും ഒക്കെ ശരി, അതൊക്കെ 2019 മുമ്പുള്ള ചരിത്രം. 2019 ശേഷം അവരുടെ നിലപാട് മാറ്റി. അതിപ്പോ എല്ലാവരും നിലപാട് മാറ്റിയിട്ടില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവർ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ AKG സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആഗസ്റ്റ് 15-ാം തീയതി 78 കൊല്ലാവുക. AKG സെന്ററിൽ 10 കൊല്ലമായിട്ടുള്ള കൊടി വെക്കാൻ തുടങ്ങിയിട്ട്. അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ, സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല. അവര് പിന്നെ അത് അംഗീകരിച്ചു, ഇന്ത്യയുടെ ഭാഗമായി. ഇപ്പൊ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. അപ്പൊ കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തരും നിലപാട് മാറ്റും. പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വലുതെ കുറിച്ചും പറയാനുണ്ടാവും. ഏതായാലും 2019 ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ്. ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്കും. മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾ പറഞ്ഞാലും മാറ്റാതിരിക്കില്ലല്ലോ. അവര് മാറ്റി അവര് പറയുന്നു, നിങ്ങൾ പിന്നെ മാറ്റില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ചർച്ചയും നടന്നില്ല. അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നില്ല. അവരിങ്ങോട്ട് പിന്തുണ നൽകി. അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല. അവരിങ്ങോട്ട് പിന്തുണ തന്നതാണ്. പിന്തുണ തരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് എങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് നിലമ്പൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ. അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞതല്ലേ. അത് അൻവറല്ലേ പോയത്, ഞങ്ങൾ പറഞ്ഞയച്ചല്ലോ. ഇല്ല, ഇവിടെയൊന്നും ഒരു കത്രി ഇവിടെ ചെലവാവില്ല. LDFന്റെ ചിലപ്പോ LDFന്റെ പിന്നെ കത്രി അല്ലെങ്കിലും ആ ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആശങ്കയില്ല. പക്ഷെ അതൊന്ന് തുറന്ന് കാണിക്കണമല്ലോ. അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും. ഏതാ എങ്ങനെ? അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയും, പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്. ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ, ആ വോട്ടിലൊന്നും ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയും. ഒരാശങ്കയില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം ഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. ഘടകവ്യക്തി തമ്മിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ സ്ഥാനാർത്ഥി അന്വേഷണം, ഇത്തരം ചർച്ചകൾ തെരഞ്ഞെടുപ്പിൽ ഇല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ, കത്ത് പുറത്തു വന്നതും അങ്ങനെ പല തർക്കങ്ങൾ. അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ കൂടി ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം. ആ തീരുമാനം ഐകമത്യം. അത് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു, കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണച്ചു. ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നാണ്. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതുവരെ ഒരവശബ്ദം ഉണ്ടായി. അല്ല, അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലല്ലോ. കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അൻവറിനെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ലേ. അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുവദിച്ചിട്ടില്ല. അത്രേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ നോക്കുന്നത് ആ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം പൂർണ്ണമായും UDFിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം കൊടുക്കുന്നത്.
ഇല്ല, പിണറായി സത്തിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ UDF-നല്ലേ പറ്റൂ. അതിന് സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ? ഒരധികാരവും ഇല്ലല്ലോ. ഒരു ക്യാബിനറ്റ് റാങ്ക് ഒഴിച്ച് ബാക്കി ഒരധികാരം പ്രതിപക്ഷ നേതാവിനില്ല. പിന്നെ എങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെക്കുറിച്ച് എന്തൊക്കെ പറയാൻ വേണം? ആരെ? PD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ തന്നെയായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ നടക്കുക. പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ അന്ന് MLA-മാര് ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കും. ഞങ്ങൾ അതിനൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുത്തു. അല്ല, അത് അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞത് സാഹിത്യകാരന്മാരെയും ഒക്കെ അവരുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അതവർ പ്രകടിപ്പിച്ചോട്ടെ. ഞങ്ങൾ അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. അത് അവരുടെ ഇഷ്ടം. പാർട്ടി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞു. യൂട്യൂബിലെ പല വാർത്തകളും വരുന്നുണ്ട്. അതൊക്കെ സത്യമായിട്ട് വല്ല ബന്ധമുണ്ട്. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ 9-ാം തീയതി മുതൽക്ക് ഉണ്ടാവുക. ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം എന്താ പറയുക, മുരളീധരൻ എവിടെയും ചോദിക്കേണ്ട ആവശ്യമില്ലാവും. പിന്നീട് ഇടയ്ക്ക് വന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വരും കേട്ടോ. അതും കൂടി ഉണ്ട്. ഇനിയിപ്പോ നാളെ കണ്ടില്ലെങ്കിൽ എവിടെയൊന്നും ചോദിക്കേണ്ട. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ വരും. അങ്ങനെ വലിയ തരത്തില് കഴിഞ്ഞ തവണത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി TV പ്രകാശിന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു തവണ പോലും ഇതുവരെ ആര്യാട് ശബ്ദത്ത് പോയിട്ടില്ല. പല സ്ഥാനാർത്ഥികളും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ പറഞ്ഞ വി പ്രകാശിന്റെ കുടുംബം വളരെ വ്യക്തമായി കോൺഗ്രസിനോടുള്ള അവരുടെ അചഞ്ചലമായിട്ടുള്ള കൂറ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ആ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുടുംബമാണ്. കോൺഗ്രസിന്റെ സ്വത്താണ് ആ കുടുംബം. അവരെല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് ഒരു സംശയമൊക്കെ സ്ഥാനാർത്ഥികൾ പോയി കണ്ടിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം തീരുമാനമായിരുന്നു. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി പോകുന്നില്ല, സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അല്ല, അത് എന്താ എനിക്കറിയില്ല. നല്ല പിന്തുണയാണ്. ഞാൻ പറയാം, 969 ഈ നിലമ്പൂര് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കോൺഗ്രസ് ലീഗ് സഖ്യം ഉണ്ടാവുന്നത്. ഇന്ന് എത്ര കൊല്ലമായി ഇങ്ങനെ ഒരു സഖ്യം ലോകത്ത് എവിടെ ഉണ്ടായി? ഇത്രയും നീണ്ട സഖ്യം. ഇപ്പൊ തുടക്കം നിലമ്പൂര് തന്നെയാണ്. അത് ഇത്തവണ ഒന്നും കൂടെ ആവർത്തിച്ച് മുന്നോട്ട്. അണികളിലെല്ലാം സജീവമായിട്ട് എല്ലാവരും ഫീൽഡുണ്ട്. ഒരാൾ പോലും മാറി നിൽക്കുന്നു. അവരല്ലെങ്കിൽ എല്ലാ ഇലക്ഷനും പ്രസിദ്ധീയായിട്ട് തന്നെ എടുക്കാം. ശരി.